ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഇലയടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വാഴയിലയും പൊടുന്നണീൻ്റെ ഇലയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് വേണ്ട സാധനങ്ങൾ ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. തേങ്ങ, ഏലക്കായ, ശർക്കര, അവില്, 1 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതന്നെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൊണ്ട് രണ്ടും ഉണ്ടാക്കാൻ വെച്ചിട്ട് വെള്ളം 1 ഗ്ലാസ് വയ്ക്കുക. അത് തിളയ്ക്കാനാവുമ്പോൾ അതിൽ ഉപ്പിടുക, ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് പത്തിരിക്ക് വാട്ടിയെടുക്കണം. അരി വാട്ടിയെടുക്കാം. നന്നായി കുഴച്ച് ഉരുട്ടി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം കുറച്ച് നേരം ചൂടിൽ കിടക്കണം, എന്നാലേ ഒരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി വഴറ്റി ഇറക്കിയതിന് ശേഷം നമുക്ക് അവലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം അവലേക്ക് ഇടുക. 2 മിനിറ്റ് ആയിട്ടൊന്ന് ഇളക്കിയാൽ മതി. രണ്ട് മിനിറ്റ് അതിലിട്ട് ഇളക്കി നന്നായി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഒന്ന് വേറെ പാത്രത്തേക്ക് മാറ്റുക. അതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ശർക്കര ഉരുക്കാൻ വയ്ക്കാം. നമ്മൾ അവല് ഏകദേശം മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അത് ആ ഇലയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൽ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വയ്ക്കാം. ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് അതിൽ ഉരുക്കിയെടുക്കാം. ശർക്കര നല്ല കറുപ്പ് കളറാണ്. നമ്മൾ ശർക്കര ഏകദേശമൊക്കെ ഉരുകി കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചതിടാം. നമ്മൾ ചൂടാക്കി വെച്ച റോസ്റ്റ് ചെയ്ത് വെച്ച അവലും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നാളികേരം ചെറുകി വെച്ചത് അതിക്കിടുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. അത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി കൊണ്ട് ഇവിടെ ബോളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് മാവ് കൊണ്ടും ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ മിക്സ് അതിൻ്റെ നടുവിലായിട്ട് ലേസൊക്കെ കൊടുത്തിട്ട് ഇല നടക്കുക. നടുവിൽ ഒരു സൈഡിലൊക്കെ ഇടാം. ഒരു ഭാഗത്ത് ഇങ്ങോട്ട് മടക്കി കൊടുത്താൽ മതി. എന്നിട്ടത് മടക്കിയിട്ട് നമ്മൾ കുക്കറിൽ 2 വിസിലടിക്കുക. ആവി പോയതിന് ശേഷം തുറക്കാം കേട്ടോ. അപ്പോഴേക്ക് വന്നിട്ടുണ്ടാവും. 4 മണി ചായക്ക് നമുക്ക് നല്ല പലഹാരമല്ലേ.
എണ്ണയൊന്നുമില്ലാത്ത. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്ക് നല്ല പലഹാരമാണ് അവർക്ക് ചായക്ക് കൊടുക്കാൻ. മധുരം ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണേ. ഇഡ്ഡലി കുക്കറാണ്, അതിലാണ് വെച്ച. അപ്പം അതിൽ കൊള്ളാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, വലിയ ഇല ആയതുകൊണ്ട്. കറക്റ്റ് 2 വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കൊരു കട്ടൻ ചായ ഇവിടെ റെഡിയാക്കാം. അതിക്കുള്ള അപ്പം നമ്മൾ അടയൊക്കെ വെന്തു. നമുക്കതൊരു പാത്രത്തേക്ക് വയ്ക്കാം. അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ചായൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ഫ്രണ്ട്സ്.